മഹാരാജാവ് നീനാൾ വാഴട്ടെ. ഹലോ ഹലോ ആരോടെ? തിരുമനസ് അരുൾ ചെയ്താലും നാം ഈ സിംഹാസനത്തിൽ 7 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. നമുക്കിതൊന്ന് ആഘോഷിക്കണം. കൊട്ടാരം നിർത്തിമാരോട് ഒരുങ്ങി വരാൻ പറയൂ. നമുക്കൊരു വിരുന്ന് നടത്തി ആഘോഷിക്കണം. അങ്ങേ മുഖം കാണിക്കാൻ ദൂരദേശത്ത് നിന്ന് 3 രാജാക്കന്മാർ വന്നിരിക്കുന്നു. ഒരു വിരുന്ന് നടത്തുമ്പോൾ പ്രധാന അതിഥികൾ എത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? അവരോട് വരാൻ പറയൂ. അവരെ ഞങ്ങൾ കിഴക്കിൽ നിന്ന് വന്ന രാജാക്കന്മാരാണ്. ഞങ്ങൾ ഒരു കുഞ്ഞിനെ തേടി വന്നതാണ്. ഏത് കുഞ്ഞിന്റെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ കുഞ്ഞ് എവിടെയാണ് ജനിച്ചത്? ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഒരു വർഷം മുമ്പ് ഒരു അജ്ഞാത നക്ഷത്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളുടെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടില്ലേ? അത് ആ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധമുള്ളതാണ് എന്നാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ആരെവിടെ? പ്രധാന പുരോഹിതനെ വിളിക്കൂ. പ്രധാന പുരോഹിത, ഇവർ പറയുന്നു യൂദയുടെ രാജാവ് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അതിന്റെ സൂചനയായ ഒരു നക്ഷത്രം ഉദിച്ചു എത്രേ, ശരിയാണോ? നക്ഷത്രം ഞങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അത് ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവ് ഈ കാലഘട്ടത്തിൽ ജനിക്കും എന്നേ അർത്ഥമുള്ളൂ. അതത്ര കൃത്യമായി നിർവചിക്കുക അസാധ്യം. ശരി, നിങ്ങളുടെ നിഗമനങ്ങൾ വിചിത്രമാണ്. എന്തായാലും വഴികാട്ടി നക്ഷത്രം ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതുകൊണ്ട് കുഞ്ഞ് എവിടെയാണെന്ന് കരുതി വന്നതാണ്. ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാം. നിങ്ങൾ പോകാൻ വരട്ടെ. നിങ്ങൾ കുഞ്ഞിനെ കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഇവിടെ വരണം. എവിടെയാണെന്ന് കൃത്യമായി ഞങ്ങളോട് പറയണം. കുഞ്ഞിനെ കണ്ട് ഞങ്ങൾക്കും ആരാധിക്കണം. മാത്രവുമല്ല, നിങ്ങൾക്കെല്ലാവർക്കും സമ്മാനങ്ങളും ഇവിടുന്ന് നൽകുന്നതാണ്. അതും വാങ്ങിയേ നിങ്ങൾ പോകാവൂ. എന്നാൽ അങ്ങനെ ആവട്ടെ, ഞങ്ങൾ പോയിട്ട് വരാം.
ആരെവിടെ? ഈ നർത്തകിമാർ നന്നായി നൃത്തം ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അടുത്ത തിരുനാളിന് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. സമ്മാനങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. തിരിച്ചു വരാമെന്ന് പറഞ്ഞ രാജാക്കന്മാർ ഇതുവരെ വന്നില്ലല്ലോ. ഇനി ശരിക്കും യൂദാ രാജാവ് ഇവിടെ ജനിച്ചു കഴിഞ്ഞിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പടയാളികളെ വിട്ട് അത് അന്വേഷിക്കാം. എല്ലാം അറിയുന്ന, ഭൂതവും ഭാവിയും അറിയുന്ന ഒരാൾ ഉണ്ടല്ലോ ഇവിടെ. അദ്ദേഹത്തിനോട് ചോദിക്കൂ. ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണെങ്കിൽ അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? ശിശു ജനിച്ചിരിക്കാനാണ് സാധ്യത. നിങ്ങൾ പടയാളികളെ അല്ല വിടേണ്ടത്. നിങ്ങൾ തന്നെ പോയാലേ ഈ വിഷയത്തിനൊരു അവസാനം ഉണ്ടാകുകയുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞാനൊരു തീരുമാനം ഉണ്ടാക്കി കഴിയും. അതെ, നീ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. രണ്ടിലൊന്ന് അറിഞ്ഞു തന്നെ കാര്യം. ഹെരോദിയ, നീ എന്ത് പദ്ധതിയാണ് തയ്യാറാക്കുന്നത്? ജനങ്ങളെ ദ്രോഹിക്കുന്ന പദ്ധതിയാണെങ്കിൽ എനിക്ക് എതിർക്കേണ്ടി വരും. നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് രാജാവ് വിളിക്കതല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വന്നത്? അമ്മയ്ക്ക് മകളെ കാണാൻ ആരുടെയും അനുവാദം വേണ്ട. ഇവളെ ഉപദേശിച്ച് രാജാവിനെ വേണ്ടാതിനും ചെയ്യിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഇവിടെ നിന്ന് പോകുക. യഹോവ എല്ലാം കാണുന്നു. അത്തിമരത്തിൽ നിന്ന് ഞാവൽപ്പഴം പ്രതീക്ഷിക്കാൻ പറ്റില്ല. യൂദയുടെ രാജാവ് ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് 3 രാജാക്കന്മാർ ഇവിടെ വന്നിരുന്നു. പ്രധാന പുരോഹിതൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാരമില്ല, ഈ അമ്മയുള്ളിടത്തോളം കാലം എല്ലാറ്റിനും അമ്മയുടെ കയ്യിൽ മറുമരുന്നുണ്ട്. നിന്റെ മഹാറാണി സ്ഥാനത്തിന് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ആ കുഞ്ഞിനെ കണ്ടെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു കടുങ്കൈ ചെയ്യേണ്ടി വരും. കുഞ്ഞിനെ കണ്ടെത്തിയില്ലെങ്കിൽ ബേത്ലഹേമിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലേണ്ടി വരും. അങ്ങനെ ഒരു ഉത്തരവ് എഴുതി വെക്കണം. രാജാവ് വരുമ്പോൾ ഒപ്പുവെക്കാൻ പറഞ്ഞാൽ മതി. അത്രയ്ക്ക് വേണോ? കുഞ്ഞുങ്ങളുടെ രക്തം വീഴ്ത്തണോ? വേറെ വഴിയില്ല. നിന്നെ രാജ്ഞിയാക്കാമെങ്കിൽ അത് നിലനിർത്താനും ഈ അമ്മയ്ക്കറിയാം. നീ വേഗം ഉത്തരവ് തയ്യാറാക്കൂ. ഒരാളെ നീ ശ്രദ്ധിക്കണം. ആ പ്രധാന പുരോഹിതന്. അദ്ദേഹം അതിബുദ്ധിമാനാണ്. ദൈവാത്മാവിനാൽ നമ്മുടെ മനസ്സ് വായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതാണ് എന്റെ ഭയം. അയാൾ ഒരു വയസ്സൻ. എന്ത് ചെയ്യാനാണ്? പ്രായമായതിന്റെ ഒരു ബഹുമാനം മാത്രമാണ് രാജാവും പ്രജകളും നൽകുന്നത്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മ അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. വളരെ നന്നായിരിക്കുന്നു. ഉത്തരവ് തയ്യാറായിട്ടുണ്ട്. ഇനി അദ്ദേഹം ഒപ്പുവെച്ചാൽ മാത്രം മതി. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം കൊല്ലപ്പെടും. രാജാവ് വരാതായി എന്ന് തോന്നുന്നു. ഞാൻ പോകട്ടെ. എല്ലാം പറഞ്ഞ പോലെ ചെയ്യണം. എന്തായി? കുഞ്ഞിനെ കണ്ടെത്തിയോ?
ഇല്ല. ഇനി നമുക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. അതിർത്തികൾ അടച്ച് എല്ലാ 2 വയസ്സിനും താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. എന്തു വിഡ്ഢിത്തമാണ് പറയുന്നത്? ഈ ലോകവും വരാനിരിക്കുന്ന തലമുറകളും എന്നെ രക്തക്കൊതിനെന്ന് വിളിക്കില്ലേ? ഇത് ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെ വിളിക്കും. രാജ്യം നഷ്ടപ്പെട്ട് കൽത്തുറങ്കിൽ മരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. കൽത്തുറങ്കോ? വേണ്ട, ഞാൻ ഒപ്പിട്ടേക്കാം. ഇതാ ഉത്തരവ്. ആരവിടെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. എൻ്റെ ഹൃദയം തകരുന്നു. ഞാൻ പോയി വിശ്രമിക്കട്ടെ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ആത്മബലമില്ലാത്ത ഒരു മനുഷ്യൻ. വധിക്കപ്പെടുന്ന കുട്ടികൾ മാലാഖമാരായി തീരുന്നു എന്ന് സൂചന നൽകുന്ന മാലാഖമാരുടെ നൃത്തം. ആരെവിടെ? എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരൂ. എന്തിനാണ് എന്നെ വിളിച്ചത്? രാജാവ് ഒപ്പിട്ടല്ലോ. തെരുവോരങ്ങളിൽ നിലവിളികൾ കേൾക്കുന്നു. കുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ട് പുറത്ത് രക്തപ്പുഴ ഒഴുകുന്നു. 2 വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടിയും ഈ രാജ്യത്തിന് ജീവിച്ചിരിപ്പില്ല. ഇപ്പോഴും എനിക്ക് പേടിയാകുന്നു. യൂതന്മാരുടെ രാജാവായ ശിശു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിരിക്കുമോ? ഞാനുള്ളപ്പോൾ നീ പേടിക്കേണ്ട. അതിനും ഒരു വഴിയുണ്ട്. ഈ അടുത്ത് എല്ലാവരുടെയും പേരെഴുതിക്കൽ നടന്നില്ലേ? ആരൊക്കെയാണ് കാണാതായത് എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. എന്റെ അമ്മേ! ഈ രംഗം ഇവിടെ പൂർത്തിയാകുന്നു. നസറത്തിലെ ഉണ്ണീശോയുടെ വീട്ടിലേക്ക് സ്വാഗതം. 2ാം രംഗത്തിൽ നിങ്ങൾ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ ശ്രദ്ധയോടെ കാതുകൂപ്പിച്ച് ഓരോ വാക്കും വരികളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അമ്മേ, ഞാൻ പുറത്തു പോയി കളിക്കട്ടെ? കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. ആരോ ഒരു വിരുന്ന് വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പുറത്ത് കളിച്ച് വൃത്തികേടാകണ്ട. ശരി അമ്മേ. ആരാത്? എലിസബത്ത് ആണ്. എന്താണ് ഇങ്ങനെ പേടിക്കുന്നത്? എനിക്കിച്ചിരി വെള്ളം തരുമോ? വല്ലാത്ത ഒരു ഭയം. ആരോ പിന്തുടരുന്നുണ്ടോ എന്നൊരു തോന്നൽ. അത് വെറും തോന്നലാണ്. ഞങ്ങൾ നസറത്തിലേക്ക് പോകുന്നത് അറിയുന്നത് എലിസബത്ത് മാത്രമാണ്.
വേറെ ആർക്കും ഈ വഴി അറിയില്ല. എനിക്കറിയാം, ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി നീ ഇവിടെ വന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നിന്റെ മകൻ കാരണം എത്ര കുഞ്ഞുങ്ങളാണ് ബെത്ലഹേമിൽ കൊല്ലപ്പെട്ടത്? ആരോടും പറയാതെ അവിടെ നിന്ന് മുങ്ങി ഇവിടെ വന്ന് സുഖിക്കാമെന്ന് കരുതിയോ? നിന്നെയും നിന്റെ കുഞ്ഞിന്റെയും ജീവൻ എടുക്കാനാണ് റാഹേൽ ഈ കത്തിയുമായി നടക്കുന്നത്. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയ നിന്നോട് എനിക്ക് പ്രതികാരം ചെയ്യണം. കുറച്ചു കാലമായി ഞാൻ നിന്റെ ബന്ധുവിനെ നിരീക്ഷിക്കുന്നു. എനിക്കറിയാം അവൾ ഒരു ദിവസം മറിയത്തിന്റെ അടുത്ത് എത്തുമെന്ന്. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നിരിക്കുന്നു. ഇതെന്റെ സമയം. എനിക്കിനി രണ്ടുപേരെയും കൊല്ലാം. രാഹേൽ, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? എന്റെ കുഞ്ഞിനെ പട്ടാളക്കാർ കൊന്നു. അതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണ്. സത്യം പറയും, ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? എനിക്കെല്ലാം അറിയാം. പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ പിടഞ്ഞു മരിക്കും. ദൈവത്തിന്റെ പ്രധാന പുരോഹിതനായ സാമുവലാണ് പറയുന്നത്. ഹേറോദിയാണ് എന്നെ അയച്ചത്. എന്റെ കുട്ടി അവരുടെ കൈവശമാണുള്ളത്. മറിയത്തിന്റെ കുഞ്ഞിനെ കൊന്നാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മഹാപാപം ചെയ്യാൻ ഞാൻ വന്നത്. എങ്ങനെയാണ് കുഞ്ഞ് അവിടെ അടുത്തെത്തിയത്? അന്ന് രാത്രി ഹേറോദിയുടെ അമ്മ എന്റെ അടുത്ത് വന്ന് ഉടനെ കുഞ്ഞിനെ കൊല്ലാൻ രാജ ഉത്തരവ് വരുമെന്നും കുഞ്ഞിനെ അവർ സംരക്ഷിച്ചു കൊള്ളാമെന്നും പറഞ്ഞു. എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. പിന്നെ കുഞ്ഞിനെ ചോദിച്ച് ഞാൻ കൊട്ടാരത്തിൽ പോയി. അപ്പോഴാണ് ഹേറോദിയ പറഞ്ഞത്, മറിയത്തിന്റെ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവനെ കൊന്നാലേ എന്റെ കുഞ്ഞിനെ തിരിച്ചു തരികയുള്ളെന്ന്. കൊല്ലപ്പെടേണ്ട കുഞ്ഞിനെ രക്ഷിച്ചതിനാൽ പ്രത്യുപകാരം ചെയ്യണമത്രേ. മറിയത്തിന്റെ പുത്രനാണ് രാജാവാകുക എന്ന് ഹെറോദിയ എങ്ങനെ ഉറപ്പിച്ചു? അഗസ്റ്റ് സീസറിന്റെ കൽപ്പനയനുസരിച്ച് ബെത്ലഹേമിൽ വന്ന് എല്ലാവരും പേരെഴുതിച്ചിരുന്നല്ലോ. അതിൽ ആരെയാണ് വിട്ടുപോയത് എന്ന് ഹെറോദിയയുടെ അമ്മ കണ്ടെത്തി. മറിയത്തിന്റെ കുട്ടിയുടെയും പേരുണ്ടെങ്കിലും അവരെ കണ്ടെത്താനായില്ല. ഹെറോദിയയുടെ അമ്മ അതിബുദ്ധിമതിയാണ്. കുബുദ്ധി എന്ന് പറയുന്നതാണ് കൂടുതൽ നന്നാവുക. പക്ഷേ ദൈവത്തിന്റെ പ്രധാന പുരോഹിതൻ അത് നേരത്തെ അറിഞ്ഞു എന്ന് മാത്രം. ഹെറോദിയയുടെയും അവളുടെ അമ്മയുടെയും എല്ലാ പദ്ധതികളും യഹോവ തകർത്ത് കളഞ്ഞിരിക്കുന്നു. നിനക്കൊരു കാര്യം അറിയുമോ? നിന്റെ കുഞ്ഞ് എന്റെ കൂടെയുണ്ട്. മോനെ, ഇന്നലെ വൈകിട്ട് എനിക്കൊരു ദർശനമുണ്ടായി. കൊട്ടാരത്തിന്റെ വലത്തെ അറയിൽ ഒരു കുട്ടിയെ അടച്ചിട്ടിരിക്കുന്നു. കൊട്ടാരത്തിൽ ഏതു സമയത്തും പോകാൻ അധികാരമുള്ള എനിക്ക് അവനെ രക്ഷിക്കാൻ നിഷ്പ്രയാസം കഴിഞ്ഞു. നിങ്ങൾ സത്യമായും ദൈവത്തിന്റെ പ്രവാചകനാണ്. ഇങ്ങനെ നന്മ പ്രവർത്തിക്കാൻ പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയൂ. നിനക്ക് മറിയത്തിന്റെ കുഞ്ഞ് ആരാണെന്ന് അറിയുമോ? ഇസ്രായേലിന്റെ രക്ഷകൻ മിശിഹായാണ് ആ കുഞ്ഞ്. മിശിഹായെ കാണാതെ ഞാൻ മരിക്കില്ല എന്ന ദൈവം എനിക്ക് വാക്ക് തന്നിരുന്നു. ഒരു ദിവസം ദേവാലയത്തിൽ വെച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അന്ന് മുതൽ എന്റെ കണ്ണ് എപ്പോഴും ഈ ശിശുവിന്റെ മേലുണ്ട്. യൂദയന്മാരുടെ രാജാവായ ഈ ശിശു ജീവിച്ചിരുന്നാൽ ഹെറോദോസ് രാജാവിന് സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഹെറോദിയയും അമ്മയും ഇതൊക്കെ ചെയ്തത്. ഭൂലോക വിഷമാണ് ഹെറോദയുടെ അമ്മ. പാപത്തിൽ നിന്ന് പാപം പ്രസവിക്കുന്നു. ഇനി എത്ര പ്രവാചകന്മാരെയാണോ അവർ കൊല്ലുക എന്ന് എനിക്കറിയില്ല. അങ്ങ് പറയുന്നത് സത്യമാണോ? അതെ, 100% സത്യം. ഞാൻ അത് അന്ന് തന്നെ ദേവാലയത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞതാണല്ലോ റാഹേൽ. ക്ഷമിക്കൂ മക്കളെ, ക്ഷമിക്കൂ. ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ജീവിത പ്രതിസന്ധികളിൽ രക്ഷകനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.